മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് യാക്കോബായ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വിമർശനത്തോട് പ്രതികരിക്കാനില്ല എന്നും മാർ കൂറിലോസ് പറഞ്ഞു. അതേസമയം വിവരദോഷി പരാമർശത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ വിമർശനമോ സഭ തള്ളിപ്പറഞ്ഞതോ കണക്കിലെടുത്ത് തന്റെ നിലപാട് തിരുത്താനില്ലെന്ന് യാക്കോബായ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിന് വ്യക്തിപരമായ മറുപടിയില്ല. ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. അത് ഞാൻ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ എനിക്കൊന്നും പറയാനില്ല. ഇനി ആ കാര്യത്തിലൊരു പ്രതികരണമില്ല. വിവരദോഷി പരാമർശം ആയുധമാക്കി പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു. ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവും പരിഹാസവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. കാരണഭൂതനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യങ്ങൾക്ക് മുകളിലാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യത്തില്ല. വിയോജിക്കുന്നവരോട് മുഖ്യമന്ത്രിക്ക് വല്ലാത്ത അസഹിഷ്ണുതയാണെന്ന് BJPയും കുറ്റപ്പെടുത്തി. ഇത്രയും വലിയ ഭീമമായിട്ടുള്ള പരാജയം, ആ പരാജയം ഏറ്റിട്ട് പോലും വസ്തുതകൾ തുറന്നു സമ്മതിക്കാൻ, അതിനുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാതെ പകരം ജനങ്ങളുടെ മുന്നിൽ മേനി നടിക്കാൻ ശ്രമിക്കുന്നത്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ബിഷപ്പ് കൂറിലോസിനെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചത് മാത്രമല്ല, തൃശ്ശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വക്താവ് അദ്ദേഹം ആക്ഷേപിച്ചത് അങ്ങേയറ്റത്തെ മതവിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഗീവർഗീസ് കൂറിലോസിനെ പിന്തുണച്ച CPIM തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവും രംഗത്തെത്തി. ഉറച്ച നിലപാട് ഉറച്ചു പറയുന്നത് തന്നെയാണ് നല്ലതെന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. അതേസമയം മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളോട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ഇങ്ങനെ: വിമർശനം ആരുന്നയിക്കുന്നതിൽ ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. വിമർശനങ്ങളെ വളരെ നല്ല നിലയിൽ സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിലൊന്നും ഒരു പ്രയാസം കാണുന്ന ആളുകളല്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രി ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരായാലും അതിലൊന്നും ഒരു പ്രയാസവും കാണുന്ന ആളുകളല്ല. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ, തിരുവനന്തപുരം.